JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ലോവർ ഡിവിഷൻ അക്കൗണ്ടിന്റെ പരീക്ഷ മെയ് മാസം വരാൻ പോവുകയാണല്ലേ. അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ സിലബസ്, ഓരോ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ, പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യനുകളും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസും എല്ലാം ഉൾപ്പെടുത്തിയാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ലോവർ ഡിവിഷൻ അക്കൗണ്ടന്റിന്റെ പരീക്ഷാ ഡേറ്റ് PSC പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ട് അതിന്റെ വിശദമായിട്ടുള്ള സിലബസ് അറിയണം. അതുപോലെ തന്നെ പരീക്ഷാ തീയതി, നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്, അതുപോലെ തന്നെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് പ്രീവിയസ് ഇയർ വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാം തന്നെ അറിയാവുന്നതിനുള്ള വിശദമായിട്ടുള്ള ക്ലാസ് ആണ് ഇന്നത്തെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള സിലബസ് നോക്കാം. അക്കൗണ്ടിങ്ങിന് 6 മാർക്കാണ്. ആദ്യത്തെ ടോപ്പിക് എന്ന് വരുന്നത് അക്കൗണ്ടിങ് ആണ്, അതിന് 6 മാർക്കാണ്. അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ മാനേജ്മെന്റിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ മാനേജീരിയൽ എക്കണോമിക്സ് ആണ്, അതിനും 6 മാർക്കാണ്. അടുത്ത കമ്പനി ലോയ്ക്കും 6 മാർക്കാണ്. അടുത്ത ക്യാപിറ്റൽ മാർക്കറ്റ് ആണ്, ക്യാപിറ്റൽ മാർക്കറ്റിനും 6 മാർക്കാണ്. അടുത്ത ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, അതിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അതിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ ഓഡിറ്റിംഗിന്റെ ടോപ്പിക്കിന് അതിനും 6 മാർക്കാണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്, അതിനും 6 മാർക്കാണ്. അതുപോലെ തന്നെ ഇൻവെന്ററി മാനേജ്മെന്റ് വിത്ത് ടാലി സ്റ്റോക്ക് ഗ്രൂപ്പ്സ്, അതിന് 5 മാർക്കാണ്. ടാക്സ് ആപ്ലിക്കേഷൻ ഇൻ ടാലി, അതിന് 6 മാർക്കാണ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ആൻഡ് ഇൻവെന്ററി റിപ്പോർട്ട്സ്, അതിനും 6 മാർക്കാണ്. ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജസ് ഓഫ് ടാലി, അതിനും 6 മാർക്കാണ്. അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ പാക്കേജ് ഗ്നുക്കാട്ട, യൂസ് ഓഫ് സ്പ്രെഡ്ഷീറ്റ്സ് ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ, അതിനും 6 മാർക്കാണ്. ഇങ്ങനെയാണ് വിശദമായിട്ടുള്ള സിലബസും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും വരുന്നത്. ഓരോ ടോപ്പിക്കും അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സിലബസിൽ വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ പരീക്ഷാ തീയതിയെക്കുറിച്ചും അതിന്റെ സിലബസിനെ കുറിച്ചൊക്കെ നമുക്ക് പരീക്ഷാ തീയതിയെക്കുറിച്ചും നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ പരീക്ഷാ തീയതി എന്ന് പറയുന്നത് 14/5/2025 ആണ്. അതായത് മെയ് മാസം 14-ാം തീയതി വെനസ്ഡേ ആണ് പരീക്ഷ നടക്കാൻ പോകുന്നത്. ഇതിന്റെ അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നത് 30/4/2025 കൊണ്ട് അഡ്മിഷൻ ടിക്കറ്റ് നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറഞ്ഞാൽ 20/2/2025 ടു 11/3/2025 വരെയാണ് ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് എന്ന് പറയുന്നത്. പരീക്ഷ ഇംഗ്ലീഷിലാണ് പരീക്ഷ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ അകത്ത് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ 11,504 പേരാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൺഫർമേഷൻ എത്ര പേര് കൊടുക്കും എന്നതിനെ കുറിച്ച് നമുക്ക് 11/3/2025 മാർച്ച് 11-ന് ശേഷം മാത്രമേ നമുക്ക് കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമുള്ള എത്ര പേരുണ്ട് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത് 11,504 പേരാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത് 65.73 ആണ് പ്രീവിയസ് ഇയറിൽ കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കട്ട് ഓഫ് മാർക്ക് അറിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ആ കട്ട് ഓഫ് മാർക്ക് അനുസരിച്ചുള്ള പഠന നിലവാരം എത്ര കണ്ട് ഉയർത്തണം എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണ എത്താൻ സാധിക്കും. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ കട്ട് ഓഫ് മാർക്ക് ഞാൻ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്, അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള റാങ്ക് ഫയൽ ഉണ്ട്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.